വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുവാൻ അധികൃതർ നടപടി തുടങ്ങി. എന്നാൽ ആവശ്യമായ അധ്യാപകരെ ലഭിക്കാത്തത് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമത്തിന് തടസ്സമാകുന്നതായി വൈസ് പ്രസിഡന്റ് MP വിജയകുമാർ പറഞ്ഞു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കായാണ് പഞ്ചായത്ത് സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ആണ് വിദ്യാലയം പ്രവർത്തിക്കുക. സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുവാനായി 2 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുന്നതിനായി പ്രതീക്ഷ പദ്ധതിയുടെ കീഴിൽ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച നിരവധി കുട്ടികളുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 40 കുട്ടികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഏകദേശം 44ഓളം കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടുകയും അതിൽ നിന്ന് 26ഓളം പേര് അവരുടെ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കാൻ സന്നദ്ധരാണ് ചെയ്തു. എന്നാൽ ഇതിന് ട്രെയിനിങ് കിട്ടിയ അധ്യാപകരെ കിട്ടാത്തതുകൊണ്ട്, ടീച്ചർമാരെ കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കാലതാമസം വന്നിരിക്കുകയാണ്. ആ ഒരു സമയം ഇതിന് ട്രെയിനിങ് കിട്ടിയ ടീച്ചർമാരെ കിട്ടിയാൽ ഉടനെ പഞ്ചായത്ത് ബോർഡ് കെട്ടിടവും മറ്റുള്ള സൗകര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ്. പഞ്ചായത്തിന്റെ അധീനതയിൽ പെടുന്ന സ്ഥാപനത്തിലായിരിക്കും വിദ്യാലയം ആദ്യം ആരംഭിക്കുക. എന്നാൽ വിദ്യാലയത്തിന് ആവശ്യമായ അധ്യാപകരെ ലഭിക്കാത്തത് ഗ്രാമപഞ്ചായത്തിന് തിരിച്ചടിയായിരിക്കുകയാണെന്ന് വൈസ് പ്രസിഡന്റ് MP വിജയൻ പറഞ്ഞു. അധ്യാപകർക്കായി ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചുവെങ്കിലും നിരാശ മാത്രമാണ് ഫലമുണ്ടായത്. അധ്യാപകരെ ലഭിച്ചാൽ ഉടൻ വിദ്യാലയം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണസമിതി. കരുളായി, പാലാങ്കര, കുറ്റിക്കാട്, പനംപറ്റ ധർമ്മശാസ്ത്ര ഭജനമഠത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൊളത്തൂർ ആധ്യാത്മക മഠാധിപതി ബ്രഹ്മശ്രീ ചിത്താനന്ദപുരി സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. രജത ജൂബിലി ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ ആചാര്യന്മാരെ ഇന്ന് രാവിലെ 9 മണിക്ക് കുറ്റിക്കാട് ജംഗ്ഷനിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂർണ്ണ കമ്പം നൽകി സ്വീകരിക്കുകയും നാരായണൻ, KV വേലായുധൻ, ശങ്കരൻകുട്ടി എന്നിവർ പാദപൂജ ചെയ്തു സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ബ്രഹ്മശ്രീ സദാനന്ദ സരസ്വതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തി നടന്ന ആഘോഷങ്ങൾക്ക് ബ്രഹ്മശ്രീ ഗിരിജാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KR ഭാസ്കരപിള്ള, ബ്രഹ്മശ്രീ പൂർണ്ണാനന്ദ തീർത്ഥ, ബ്രഹ്മശ്രീ ആനന്ദ ചൈതന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP ചോക്കാട് കമ്മിറ്റി രംഗത്തെത്തി. ചോക്കാട് UP സ്കൂൾ അധ്യാപകൻ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. BJP ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ ചോക്കാട് UP സ്കൂൾ അധ്യാപകനെതിരെ പീഡനക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത്. അധ്യാപകൻ അപമര്യാദയായി പെരുമാറിയെന്ന് വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോടും പരാതി പറയുകയും തുടർന്ന് മഹിളാ സമാഖ്യ സൊസൈറ്റി പ്രവർത്തകർക്കും സ്കൂൾ പ്രധാനാധ്യാപകനും പരാതി നൽകുകയുമായിരുന്നു. തുടർന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി അധ്യാപകന്റെ പേരിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KT ദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം KC വേലായുധൻ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CT ചന്ദ്രശേഖര പണിക്കർ, സെക്രട്ടറി MT പ്രസാദ്, MT പരമേശ്വരൻ, KR മനോജ്, സുരേഷ്, സുധാകരൻ എന്നിവർ സംസാരിച്ചു. റിയാദിൽ വാഹനാപകടത്തെ തുടർന്ന് മരിച്ച പൂക്കോട്ടുംപാടം സ്വദേശിയുടെ മൃതദേഹം ഖബറടക്കി. 5 മൈൽ സ്വദേശി പറമ്പൻ മമ്മുണ്ണിയുടെ മൃതദേഹമാണ് ഖബറടക്കിയത്. ഒക്ടോബർ 7 രാത്രി 10 മണിയോടെയാണ് 5 മൈൽ പറമ്പൻ മൊയ്തീൻകുട്ടിയുടെ മകൻ മമ്മുണ്ണി സഞ്ചരിച്ചിരുന്ന കാർ റിയാദിലെ ദൂസരിയയിൽ ട്രെയിലറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. നട്ടെല്ലിനും വാരിയലുകൾക്കും ക്ഷതമേറ്റതിനെ തുടർന്ന് റിയാദ് കെയർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. നവംബർ 25-ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:30-നാണ് മമ്മുണ്ണി മരിച്ചത്. സ്വകാര്യ കമ്പനിയിലെ ഓപ്പറേറ്ററായിരുന്നു. രാവിലെ 8:30-ഓടെ കരിപ്പൂരിലെത്തിയ മൃതദേഹം 12 മണിയോടെ പൂക്കോട്ടുംപാടം വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. നിലമ്പൂർ PV's മോഡൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന ക്യൂരിയോസിറ്റി 2011 എക്സിബിഷന് തുടക്കമായി. അന്താരാഷ്ട്ര കെമിസ്ട്രി വർഷാചരണത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. എക്സിബിഷൻ PV's പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഷാജൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. 24ഓളം സ്റ്റാളുകളിലായി 1500ഓളം പ്രവർത്തന മോഡലുകൾ വിദ്യാർത്ഥികൾ സജ്ജമാക്കിയിട്ടുണ്ട്. PV's മോഡൽ സ്കൂളിലെ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എക്സിബിഷന് സ്കൂളിലെ മറ്റ് പഠനവകുപ്പുകളും പങ്കെടുത്തു. എക്സിബിഷനോടനുബന്ധിച്ചുള്ള ഹൊറർ തിയേറ്റർ കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായിരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ സമീപ പ്രദേശത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സൗജന്യമായി പ്രവേശനം അനുവദിക്കുന്നുണ്ട്. ഇനിയൊരു ഇടവേള.
ചെയ്തു.